ഇരട്ടിയാർ പഞ്ചായത്ത് അംഗം വിദേശത്ത് ജോലിയിൽ പ്രവേശിച്ചതോടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ താറുമാറായെന്ന ആരോപണം. രാജിവെച്ചതിനു ശേഷം ജോലിയിൽ പ്രവേശിക്കാതെ LDFന്റെ ഒത്താശയോടെ അവധിയിൽ പ്രവേശിക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് 11-ാം തീയതി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ സംഘടിപ്പിക്കും. 6 മാസമായി അവധിയെടുത്ത് വിദേശ ജോലി ചെയ്യുന്ന ഇരട്ടയാർ പഞ്ചായത്തിലെ 1-ാം വാർഡ് അംഗമായ ബിൻസി ജോണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ചെമ്പകപ്പാറ വാർഡ് കമ്മിറ്റി 11-ന് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തും. പഞ്ചായത്ത് അംഗം സ്ഥലത്തില്ലാത്തതിനാൽ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിയ സ്ഥിതിയാണ്. 1-ാം വാർഡിന് പഞ്ചായത്ത് അനുവദിച്ച മെയിൻ്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ മറ്റൊരു വാർഡിലേക്ക് മാറ്റി ചെലവഴിച്ചു. ചെമ്പകപ്പാറ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാതെ നടപടിയില്ല. വെള്ളമില്ലാത്തതിനാൽ തമ്മ സിറ്റി അംഗൻവാടിയുടെ പ്രവർത്തനം മുടങ്ങുന്ന സ്ഥിതിയായി. വാർഡിലെ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ സേവനം ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. പഞ്ചായത്ത് അംഗം എവിടെ പോയി എന്ന് സംബന്ധിച്ച് ജനങ്ങളെ അറിയിച്ചിട്ടുമില്ല. പഞ്ചായത്ത് ഓഫീസ് അന്വേഷിച്ചപ്പോഴാണ് 6 മാസം അവധിയെടുത്ത് വിദേശത്ത് പോയതായി അറിയാൻ കഴിഞ്ഞത്. വാർഡിലെ ആളുകളെ അവഗണിക്കുന്ന നടപടിയാണിത്. വിവിധ വികസന പദ്ധതികൾ മുടങ്ങിയതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഈ ഇടതുപക്ഷ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയും അതിന്റെ ഭരണസമിതിയുടെ നേതൃത്വവും ഈ പഞ്ചായത്ത് മെമ്പർ 6 മാസത്തെ ലീവ് കൊടുത്ത് ഇവരെ ജോലിക്ക് വിട്ടത് ഈ വാർഡിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വഞ്ചിച്ച് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താതെ സ്തംഭിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചായത്ത് ഇലക്ഷന് അടുത്ത 6 മാസത്തിനുള്ളിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരിക. അപ്പോൾ അവരുടെ ഈ ലീവ് തീരുന്നത് ഈ മെയ് 31-ാം തീയതിയാണ്. ഇതിനുശേഷം അവർ രാജിവെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സാഹചര്യം അവിടെയില്ല. അപ്പോൾ ഈ മെമ്പർ ജോലിക്ക് പോയെന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അവർ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് പോയിരുന്നുവെങ്കിൽ അവർ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അവരുടെ പുതിയൊരു മെമ്പർ ആ വാർഡിലെ ജനങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിന് ഉണ്ടാകുമായിരുന്നു. ആ ഒരു സാഹചര്യം ഇല്ലാതെ ആ വാർഡിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഒന്നുപോലെ നടക്കാത്ത സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. പഞ്ചായത്ത് അംഗത്തിന്റെ കത്ത് ലഭിക്കണമെങ്കിൽ മറ്റ് മെമ്പർമാരെ സമീപിക്കേണ്ട ഗതികേടാണ്. ബിൻസി ജോണി രാജിവെച്ചിരുന്നെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി പുതിയ അംഗത്തെ തെരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ വീണ്ടും ജയസാധ്യത ഇല്ലാത്തതിനാൽ LDF നേതൃത്വം രാജിവെക്കാതെ അവധി പ്രവേശിക്കുന്നതിന് ഒത്താശ നൽകി. വാർഡിലെ വോട്ടർമാരെ വഞ്ചിച്ച ബിൻസി രാജിവെക്കണമെന്നും LDF ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തമുറിയിൽ, വാർഡ് പ്രസിഡന്റ് ജോണി കാരിക്കൊമ്പിൽ, അഭിലാഷ് പരിന്തിരിക്കൽ, മാത്യു കൊച്ചുകുറുപ്പശ്ശേരി, സുമേഷ് കേരിപ്പോട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.